നമസ്കാരം. നമ്മുടെ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ ഐഫോൺ യൂസ് ചെയ്യുമെന്ന് പറയും. പക്ഷേ അവരായിരിക്കും ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആദ്യം വാങ്ങുന്നത്. പിന്നെ ഏറ്റവും വില കൂടിയ ഫോണുകൾ യൂസ് ചെയ്യില്ലെന്നൊക്കെ പറയും. പക്ഷേ അവരെ യൂസ് ചെയ്യുന്ന ഫോൺ സാംസങ്ങിന്റെ S23 അൾട്ര അല്ലെങ്കിൽ S24 അൾട്ര ഒക്കെ ആയിരിക്കും. സെയിൽ തുടങ്ങുന്ന സമയത്ത് പറയും സെയിൽ മൊത്തം തട്ടിപ്പാണ്, വാങ്ങരുത്. ആമസോണും തട്ടിപ്പാണ്, ഫ്ലിപ്കാർട്ടിലും തട്ടിപ്പാണ്, ഒന്നും വാങ്ങരുത്, ഡിസ്കൗണ്ട് ഇല്ല എന്ന് പറയും. പക്ഷേ അവരായിരിക്കും ആദ്യം പോയിട്ട് ഈ ഡിസ്കൗണ്ട് നോക്കി ഇരുന്നിട്ട് രാത്രി 12 മണിക്ക് ഈ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ വീഡിയോകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഈ ഒരു സെയിൽ ടൈമിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 1000-1500 രൂപയെങ്കിലും ഡിസ്കൗണ്ടിൽ ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരുപാട് പൈസ ഉള്ളവർക്ക് ചിലപ്പം ഈ ഡിസ്കൗണ്ട് 1500 രൂപയൊക്കെ അല്ല ഡിസ്കൗണ്ട് ഉള്ളത്, അത് വലിയ കാര്യമല്ല എന്ന് തോന്നാം. പക്ഷെങ്കിൽ ഒരു ഫോൺ കുറച്ച് പൈസയൊക്കെ ഉള്ളത് കൂട്ടി വെച്ചിട്ട് ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പം ഈ കിട്ടുന്ന ഡിസ്കൗണ്ടിനെ അത്ര കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഡിസ്കൗണ്ട് ഓഫർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ 1000 രൂപയുടെ കൊടുത്തിട്ട് ആ ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും 1000 എങ്കിൽ 1000, 1500 എങ്കിൽ 1500, അത്രയും കിട്ടുന്നത് വെച്ചിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊള്ളുക. പിന്നെ ഞാൻ പല വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ സെയിൽ ടൈമിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ അത് നോക്കി വെക്കുക. നിങ്ങളൊരു ഫോണോ വല്ലതും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നേരത്തെയുള്ള പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എത്ര ഓഫറിലാണ് നിങ്ങൾ അത് വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇവരൊക്കെ MRP കൂട്ടിയിട്ടിട്ട് നല്ല ഡിസ്കൗണ്ട് 50%, 45% ഒക്കെ ഡിസ്കൗണ്ട് കാണിച്ചുകൊണ്ടാണ് മിക്ക ആളുകളും സെയിലേഴ്സും സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ മാക്സിമം ഈ സെയിൽ ടൈമിൽ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ കൂപ്പൺ സപ്ലൈ ചെയ്ത് തന്നെ വാങ്ങുക. നോ കോസ്റ്റ് EMI പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതേപോലെ കാർഡുകളെല്ലാം തന്നെ നിങ്ങളുടെ കാർഡുകൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വാങ്ങുക. സാമാന്യം നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലൊക്കെ ഈ ഒരു ടൈമിൽ വാങ്ങാനായിട്ട് സാധിക്കും. ഞാൻ സ്മാർട്ട് ഫോണിന്റെ കാര്യമേ പറയുന്നുള്ളൂ, കാരണം നമ്മളിപ്പം ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ സ്മാർട്ട് ഫോണിന്റെ കാര്യം പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് പ്രൈം മെമ്പേഴ്സിനും പ്ലസ് മെമ്പേഴ്സിനും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണി തൊട്ട്. ഇന്ന് രാത്രി 12 മണി തൊട്ടാണ് പ്ലസ് മെമ്പറോ അല്ലെങ്കിൽ പ്രൈം മെമ്പറോ അല്ലാത്തവർക്ക് വേണ്ടിയുള്ള സെയിൽ സ്റ്റാർട്ട് ആകുന്നത്. അതായത് ഇന്ന് രാത്രി തൊട്ടാണ് റിയൽ ആയിട്ടുള്ള സെയിൽ സ്റ്റാർട്ട് ആകുന്നത്. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ കാർഡും കൂപ്പൺസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ടൈമിൽ 12 മണിക്ക് ശേഷം ഓർഡർ ചെയ്തുകൊള്ളുക. പിന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിലൂടെ ഏറ്റവും നല്ല ഡീലുകൾ, ഏറ്റവും നല്ല ഓഫറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ലിങ്കുകൾ നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ എപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ ഒരുപാട് ലിങ്കുകൾ ഷെയർ ചെയ്തിരുന്നു, ഏറ്റവും നല്ല ഡീലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ട്. അപ്പം ഒരുപാട് പേര് അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. എല്ലാവരും ആ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെയിൽ ടൈമിൽ നല്ല ഡിസ്കൗണ്ട് വന്നിട്ടുള്ള കുറെ ഫോണുകളാണ്. അത് ഒരു 10,000 രൂപ തൊട്ട് ഏകദേശം ഒരു 80,000 രൂപ വരെയുള്ള ആ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. എല്ലാ ഫോണുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോ റിവ്യൂ ഒന്നും അല്ല പറയാനായിട്ട് പോകുന്നത്. ഓഫറുകൾ ഏതൊക്കെ ഫോണിന് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണുകളുടെ പല സെഗ്മെന്റ് തിരിച്ചുകൊണ്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോയുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ആ വീഡിയോയിലൂടെ വാച്ച് ചെയ്ത് നോക്കുക. ബെസ്റ്റ് ഡീൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ 10K വരുന്ന ഫസ്റ്റ് ഫോണാണ് Redmi 13C എന്ന് പറയുന്ന ഫോൺ. ഇതൊരു 5G ഫോണാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HD+ IPS ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ഇതൊരു വാട്ടർ നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിന് ലഭിക്കുന്നത്. അതായത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ അല്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. 10,000 രൂപയുടെ താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പരിഗണിക്കാം. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ്, അതായത് ബാങ്ക് ഓഫറും കൂപ്പൺ കോഡും എല്ലാം ഇട്ടതിന് ശേഷം 8,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഫോൺ iQ Z9 Lite എന്ന് പറയുന്ന ഫോണാണ്. ഈ ഒരു ഫോണിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. Dimensity 6300 പ്രോസസ്സറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ HD+ ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. LCD പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 15 വാട്ട്സിന്റെ ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ചാർജർ 15 വാട്ട്സിന്റെ ഓൾറെഡി നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിൽ ലഭിക്കും. ഇതിന്റെ ഡീൽ പ്രൈസ് 10,500 ആണ്. ഇപ്പം നമുക്ക് സെയിൽ ടൈമിൽ കൂപ്പൺ സപ്ലൈ ചെയ്തതിന് ശേഷം 9,499 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. ഇനിയും 10,000 തൊട്ട് 15,000 രൂപയുടെ സെഗ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഒരു ഫോൺ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യും. കാരണം ഈ ഒരു ഫോണിന്റെ ഏറ്റവും വില കുറഞ്ഞ സെയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സാംസങ് M35 എന്ന് പറയുന്ന ഫോൺ, ഇതൊരു 5G ഫോണാണ്. Exynos 1380 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരേ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സറാണ്. പക്ഷേ ഇതിന്റെ പ്രൈസ് നമ്മൾ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ആണെങ്കിലും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. 6.6 ഇഞ്ചിന്റെ സൂപ്പർ അംബ്ലോയിഡ് ഡിസ്പ്ലേ ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. Gorilla Glass Victus Plus ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു സെഗ്മെന്റിൽ കിട്ടുന്ന Gorilla Glass Victus വെച്ചിട്ടുള്ള ഒരേ ഒരു ഫോൺ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ ഈ സാംസങ്ങിന്റെ M35 എന്ന് പറയുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. റെഗുലർ പ്രൈസ്, അതായത് ഡീൽ പ്രൈസ് 16,000 രൂപയാണ് വരുന്നത്. പക്ഷെങ്കിൽ ഓഫേഴ്സ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോൺ 13,749 രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് റിയൽമി നാർസോ 70X 5G എന്ന് പറയുന്ന ഫോണാണ്. 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. IPS പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ AI ക്യാമറ നൽകിയിട്ടുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. Dimensity 6100+ ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീൽ പ്രൈസ് 12,499 ആയിരുന്നു. പക്ഷേ നമുക്ക് ബാഗ് ഓഫറും കൂപ്പൺസും എല്ലാം ഇട്ടതിന് ശേഷം 11,249 രൂപയ്ക്ക് ഇപ്പൊ ഈ ഒരു ഫോൺ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ഈ ഒരു സെഗ്മെന്റിൽ നല്ലൊരു ഓപ്ഷൻ ആണ്. ഈ പറയുന്ന ഫോണുകൾ മാത്രമല്ല, ഈ 10,000 തൊട്ട് 15,000 രൂപയുടെ സെഗ്മെന്റിലുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. CMA ഫോണിനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഫോണുകളുണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം പ്രസന്റ് ടൈമിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടുന്ന ഫോണുകൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തത് 15,000 to 20,000 റേഞ്ചിൽ ഉള്ള മറ്റൊരു ഫോണാണ് റിയൽമിയുടെ നാർസോ 70 ടർബോ എന്ന് പറയുന്ന ഫോൺ. ഇതും നല്ല കിടിലൊരു ഓഫറാണ്. 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. Dimensity 7300 എനർജി ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ AI ക്യാമറ ഉണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇതിന്റെ ഡീൽ പ്രൈസ് 16,999 ആയിരുന്നു. പക്ഷേ നമുക്ക് കൂപ്പൺസും ബാങ്ക് ഓഫറും ഒക്കെ ഇട്ടതിന് ശേഷം 14,999 രൂപയ്ക്ക് ഇപ്പൊ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് ലഭിക്കുന്നുണ്ട്. അടുത്തത് ഇതേ സെഗ്മെന്റിൽ തന്നെ IQ Z9S 5G എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ട്. 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുക. Dimensity 73004 nm ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 5500 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. കറന്റ് ഡീൽ പ്രൈസ് ഇതിന്റെ 20,000 ആണ്. പക്ഷേ കൂപ്പൺസും ബാങ്ക് ഓഫറും എല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം ഈ ഒരു സെയിൽ ടൈമിൽ നമുക്ക് 17,500 ഈ ഒരു ഫോൺ ലഭിക്കുന്നതാണ്. അടുത്തത് 30,000 to 35,000 സെഗ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ OnePlusന്റെ 12R എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഇത്. OnePlusന്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും സെയിൽ നടക്കുന്ന ഒരു ഫോണാണ്. 6.78 ഇഞ്ചിന്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. Gorilla Glass Victus 2 ആണ് ഇതിന്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ. Snapdragon 8 Gen 2 4 nm ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഡീൽ പ്രൈസ് 38,000 ആണ്. പക്ഷേ കൂപ്പൺസ് എല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് 34,999 ഈ ഒരു ഫോൺ ഇപ്പം വാങ്ങാനായിട്ട് സാധിക്കും. ഇനി അണ്ടർ 40K പോവുകയാണെന്നുണ്ടെങ്കിൽ iPhone 13 നോക്കാനായിട്ട് സാധിക്കും. 6.1 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. A15 ബയോണിക് ചിപ്സെറ്റ് ഉണ്ട്. 3240 mAh ബാറ്ററി കപ്പാസിറ്റിയും 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ആൻഡ്രോയിഡിന്റെ ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 35,000 താഴെ തന്നെ 100 വാട്ട്സിൽ കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിന്റെ ഡീൽ പ്രൈസ് 40,000 ആണ്. ബാങ്ക് ഓഫറുകളൊക്കെ ഇട്ടതിന് ശേഷം 38,000 iPhone 13 ഇപ്പം നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങണോ വേണ്ടോ എന്നുള്ള ഒരു സംശയം പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. അതായത് iPhone 13 പല ആൻഡ്രോയിഡ് ഫോണുകളും കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ ഏതാണ് വാങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ച് പല സുഹൃത്തുക്കളും കമന്റ് സെക്ഷനിലൂടെ ഈ കാര്യം കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഐഫോണും ഈ ആൻഡ്രോയിഡ് ഫോണും ഒരേ സെഗ്മെന്റിലുള്ളത് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രി ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 13 ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിനെ നിങ്ങൾ ആൻഡ്രോയിഡുമായിട്ട് കമ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് ഐഫോണിന്റെ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എൻട്രി ലെവലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റും. അപ്പോൾ ഐഫോൺ എടുക്കുകയാണെങ്കിൽ iPhone 13 തന്നെ എടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ ഒന്നും അല്ല ഇത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. കാരണം ഐഫോണിലേക്ക് മാറുമ്പോൾ എൻ്റെ 40,000 താഴെ ബഡ്ജറ്റ് ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ അല്ലാതെ വേറൊരു ഫോൺ നിങ്ങൾക്ക് ഇപ്പം ഈ പ്രസന്റ് ടൈമിലില്ല. iPhone 13 ആണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അടുത്തത് സാംസങ്ങിന്റെ S23 Ultra എന്ന് പറയുന്ന ഫോണാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിസ്കൗണ്ടിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തതിനു ശേഷം ഏറ്റവും ഡിസ്കൗണ്ടിൽ ഇപ്പോഴാണ് ഈ ഒരു ഫോൺ വരുന്നത്. അണ്ടർ 80,000 താഴേക്ക് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണിത്. 6.8 ഇഞ്ചിന്റെ 2K 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Snapdragon 8 Gen 2 പ്രോസസർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 200 മെഗാ പിക്സലിന്റെ ക്യാമറ, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഫോണാണ്. നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോൺ നോക്കുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു 80,000 താഴെയാണ് നോക്കുന്നത്, ആൻഡ്രോയിഡ് ഫോൺ തന്നെ വേണം, അതും സാംസങ്ങിന്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ സാംസങ്ങിന്റെ S23 Ultra എന്ന് പറയുന്നത്. പലരും എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിൽ ടൈമിൽ നോക്കി വെച്ചിരിക്കുന്ന ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. ഡീൽ പ്രൈസ് ഇതിന്റെ 74,999 ആണ്. പക്ഷേ നമുക്ക് കൂപ്പൺസും കാർഡ് ഓഫറുകളും ഇട്ടതിന് ശേഷം 69,990, അതായത് 70,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ഇപ്പം സെയിൽ ടൈമിൽ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഫോണുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതല്ലാതെ ഉള്ള ഈ ഓരോ സെഗ്മെന്റിലുള്ള ഫോണുകളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൂടെ കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിൽ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. ഇനി ഞാൻ ഈ സെയിലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഒരുപക്ഷെ അപ്ലോഡ് ചെയ്യാൻ സാധ്യത
സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ടെലഗ്രാം ചാനൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ സെയിലിന് ശേഷവും നമുക്ക് ഇഷ്ടംപോലെ ഓഫറുകൾ ഈ പറയുന്ന ഇ കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ വരും. അതൊക്കെ റെഗുലർ ആയിട്ട് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ടെലഗ്രാം ചാനലിൽ. അപ്പോൾ എല്ലാവരും മറക്കാതെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് കണക്റ്റഡ് ആയിട്ടിരിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ ആദ്യം തന്നെ കിട്ടാനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.